ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 37, കൃഷ്ണാവതാര പ്രസ്താവം. സാന്ദ്രാനന്ദ സ്വരൂപ ശ്രീഹരേ, യുദ്ധേ മരിച്ചോര അസൂരന്മാർ ഭൂമി തന്നിൽ പിറന്നുവല്ലോ. ഇവർ മൂലം അത്യധികം പീഡിതയാം ഭൂമി ദേവി, ദേവവന്ദിതനം ബ്രഹ്മപാദത്തിൽ വീണു. ദുഷ്ടദൈത്യ സഞ്ജയത്താൽ അടിയനു വയ്യാതായി, ഭൂമി ദേവി ദുഃഖത്തോടെ പറഞ്ഞ നേരം. ചുറ്റും നിന്ന ദേവകളെ ഉറ്റുനോക്കി ബ്രഹ്മദേവൻ, കറ്റക്കാറോളി വർണ്ണനെ ധ്യാനിച്ച ശേഷം. ദേവകളെ ഭൂമി ദേവി പറഞ്ഞതു പരമാർത്ഥം, നിങ്ങൾക്കു ശരണമെന്നും ശ്രീഹരിയല്ലോ. മഹാദേവനൊത്തു ചേർന്നു പാലാഴിയിലേക്കു പോകാം, പാലാഴിനാഥനെ ഭക്ത്യാ സ്തുതി നടത്താം. ഇളം കുളിർ കാറ്റു വീശും പാലാഴി തീരത്തു ചെന്നു, ഇന്ദിരാരമണനെയും സ്തുതിച്ച നേരം. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സച്ചിദാനന്ദം നിറഞ്ഞു. ബ്രഹ്മദേവൻ ദേവകളോടേവം പറഞ്ഞു, ദേവകൾക്കും ധരണിക്കും ദുഃഖഹേതുവായിട്ടുള്ള അസുരരെ നിഗ്രഹിക്കാൻ വൈകിടാതെ ഞാൻ യാദവകുലത്തിൽ പരിപൂർണ രൂപനായി ജനിക്കും. സേവിപ്പാനായി നിങ്ങൾ കൂടി ജനിക്ക വേണം. വിഷ്ണു തൻ്റെ വാക്കുകളെ നാൻമുഖൻ പറഞ്ഞ നേരം, ദേവജനം സന്തുഷ്ടരായി തിരിച്ചുപോയി. വിഷ്ണുവിൻ്റെ സാന്നിധ്യത്താൽ പുണ്യമേറും മധുരയിൽ വാസുദേവൻ ദേവകിയെ വേളി കഴിച്ചു. ദേവകി സോദരൻ കംസൻ സാരഥിയായി തെരു നീങ്ങി. അശരീരി കേട്ടു അവൻ ഞെട്ടി വിറച്ചു. ദേവകീതൻ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും കംസ, വാക്കു കേട്ടു വാളുയർത്തി മധുരാരാജൻ. ദേവകീതൻ മുടിയിൽ കടന്നു പീഡിച്ചല്ലോ കംസൻ, വാസുദേവ സമാധാനിപ്പിച്ചു ചൊല്ലിനാൻ. ദേവകീതൻ കുട്ടികളെ താങ്കൾക്കായി സമർപ്പിക്കാം. സന്തുഷ്ടനായി കംസൻ തൻ്റെ ഗൃഹത്തിൽ പോയി. കൊന്നില്ലാദ്യ സന്താനത്തെ ചൊല്ലിയല്ലോ ശ്രീനാരദൻ, ദേവകി പുത്രനായി വിഷ്ണു അവതരിക്കും. പരിഭ്രമം കൊണ്ടു കംസൻ യാദവരെ വിറപ്പിച്ചു. വാസുദേവ പുത്രന്മാരെ നിഗ്രഹം ചെയ്തു. ദേവകീതൻ 7ാമത്തെ ഗർഭമായി ആദിശേഷൻ അവതാരം ചെയ്തതിനെ മായാദേവിയും രോഹിണി ഗർഭത്തിലേക്കു മാറ്റി. ദേവകീതൻ ഗർഭേ പ്രവേശിച്ചോരവിടുന്നു രക്ഷിക്കുകെന്നെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.